പത്തനംതിട്ടയിലെ കുട്ടികൾക്ക് സന്തോഷ വാർത്തയാണ്. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അവധി പ്രഖ്യാപനം ഒഫീഷ്യലായി സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. പറയൂ ശ്രീജിത്ത്, മഴ ഇപ്പോഴും തകർക്കുകയാണോ പത്തനംതിട്ടയിൽ? SKN മഴ ഇപ്പോഴും തകർക്കുകയാണ്, തിമിർക്കുകയാണ്. എന്തായാലും വനമേഖലയിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും ഒക്കെ ശക്തമായ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് അടക്കം കുട്ടികൾ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തും നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും നിരവധി കുട്ടികളും രക്ഷിതാക്കളുമാണോ വിളിക്കുന്നത്? എന്തുകൊണ്ട് ജില്ലാ കളക്ടർ അവധി നൽകുന്നില്ല എന്നായിരുന്നു ചോദ്യം. എന്തായാലും ആ ചോദ്യത്തിനൊരു മറുപടി ആയിരിക്കുന്നു. ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ IAS ഇപ്പോൾ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേവലം സ്കൂളുകൾക്ക് മാത്രമല്ല, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും പരീക്ഷകൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമില്ലാതെ നടക്കും. അത് പരീക്ഷാ സമയങ്ങളിൽ മാത്രം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ ഒരു ഘട്ടത്തിൽ വേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ജാഗ്രത പാലിക്കണം. നാളെ പുറത്തിറങ്ങാതെ തന്നെ, അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ സ്കൂൾ അവധിയാണ് എന്ന് പറഞ്ഞ് ആറ്റിലേക്കൊന്നും ഇറങ്ങരുതെന്ന് അല്പസമയം വിളിച്ചപ്പോൾ പോലും ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും ജാഗ്രത പാലിക്കണം. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പത്തനംതിട്ടയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു. 2 ദിവസമായി തുടരുന്ന മഴ കാരണമാണ് അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പത്തനംതിട്ട ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്.